Dear students, welcome all of you to St. Gregorius College, Kottarakara, Moodle website. Through this video, I am planning to give you an introduction of the Moodle platform used at St. Gregorius College, Kottarakara. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓൺലൈൻ പഠനം അധ്യാപനത്തിന് വേണ്ടി സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ മൂഡിൽ വെബ്സൈറ്റ് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു ട്യൂട്ടോറിയൽ നൽകുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കരയുടെ മൂഡിൽ വെബ്സൈറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ കോളേജിൽ ഓൺലൈൻ അധ്യാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പല കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള പല കോഴ്സുകളാണ് ഇവിടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് നടത്തപ്പെടുന്ന പല കോഴ്സുകളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് എങ്ങനെയാണ് മൂഡിൽ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കര ഇതിൻ്റെ മൂഡിൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയാൽ അവിടെ നമുക്ക് മൂഡിൽ എന്ന ഒരു ഐക്കൺ കാണാൻ പറ്റും. ആ ഐക്കൺ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൂഡിൽ എന്നുള്ള ഐക്കണുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ താഴെയും വെബ്സൈറ്റിൽ തന്നെ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെയും നമുക്ക് മൂഡിലിൻ്റെ ഒരു പോകുന്ന ഹൈപ്പർ ലിങ്ക് ഉണ്ട്. മൂഡിൽ വെബ്സൈറ്റിലേക്ക് പോകുന്ന ഹൈപ്പർ ലിങ്ക് ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തും മൂഡിൽ വെബ്സൈറ്റിലേക്ക് പോകുവാൻ കഴിയും. അത് ഒരു മാർഗമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോളേജ് മൂഡിൽ വെബ്സൈറ്റിലേക്ക് പോകുന്നത് നോക്കാം. ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തു നമുക്ക് കോളേജ് മൂഡിൽ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇത് നിങ്ങൾ കാണുന്നത് കോളേജ് മൂഡിൽ വെബ്സൈറ്റാണ്. ഈ മൂഡിൽ വെബ്സൈറ്റ് നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലുള്ള ഒരു IP അഡ്രസ്സ്, നമ്മുടെ കോളേജിൻ്റെ മൂഡിൻ്റെ ഒരു IP അഡ്രസ്സ് ഉണ്ട്. ഈ അഡ്രസ്സ് കോപ്പി ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂഡിലേക്ക് പോകാവുന്നതാണ്. IP അഡ്രസ്സ് കോപ്പി ചെയ്ത്, പ്രത്യേകിച്ചും നിങ്ങൾ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ മൂഡിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി മൂഡിലിൻ്റെ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ IP അഡ്രസ്സ് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ IP അഡ്രസ്സ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഈ വെബ്സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് ലോഗിൻ എന്ന ഐക്കണുണ്ട്. ലോഗിൻ എന്ന ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളോട് യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ചോദിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും ക്ലിക്ക് ചെയ്ത് നമുക്ക് കോഴ്സിനകത്തേക്ക് പോകാൻ കഴിയും. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ യൂസർ നെയിമും പാസ്വേഡുമാണ്. ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് കോളേജ് മൂഡിൽ സൈറ്റിൽ നമ്മുടെ പേജിലേക്ക്, ഓരോ വിദ്യാർത്ഥിയുടെയും പേജിലേക്ക് പോകാൻ കഴിയും. ഉദാഹരണത്തിന് ഈ വിദ്യാർത്ഥിയുടെ പേജിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഈ അഖില അജികുമാർ എന്ന വിദ്യാർത്ഥിയുടെ മൂഡിൽ പേജാണ്. അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന കോഴ്സുകൾ അതുപോലെ ആക്ടിവിറ്റികളൊക്കെ ഇവിടെ വന്ന് കിടക്കും. ഈ വിദ്യാർത്ഥിക്ക്
പഠിക്കാനായിട്ട് മൂഡിലുള്ള ഒരു കോഴ്സാണ് ഗ്രാമർ എന്ന കോഴ്സ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഓഫർ ചെയ്യുന്നതാണ്. അവിടെ വിദ്യാർത്ഥിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന കോഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അവിടെ കലണ്ടറുണ്ട്. കലണ്ടറിൽ പോയാൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓരോരുത്തർക്കും മൂഡിൽ പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാനായിട്ട് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നൽകപ്പെടുന്നതായിരിക്കും. ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് നൽകപ്പെടുന്നതായിരിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. മൂഡിൽ വെബ്സൈറ്റിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നാലെ മറ്റു വീഡിയോകളിൽ മൂഡിലിനെ പറ്റി, അത് ഉപയോഗിക്കുന്ന രീതികളെപ്പറ്റി, അതിനകത്തുള്ള ആക്ടിവിറ്റികളെയൊക്കെ പറ്റി നമുക്ക് വിവരിക്കാവുന്നതാണ്. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.